ലീഗ് പരാതി കൊടുത്തത് ഒരു ചലച്ചിത്രമേള, അന്താരാഷ്ട്ര ചലച്ചിത്രമേള നിലമ്പൂരിൽ നടക്കുന്നു. ആ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് പൊലിപ്പിച്ച് നടത്തുന്നു. ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. അതിൻ്റെ അർത്ഥം കേരള ഗവൺമെൻറ് നിയോഗിച്ച ഒരു അക്കാദമിയുടെ ചെയർമാൻ നേരിട്ട് അവിടെ നടക്കുന്ന ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുക. അതിൽ അപാകതകളൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പെരുമാറ്റച്ചട്ടം മലപ്പുറം ജില്ലയിലാകെ നിലവിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കമലാണെങ്കിലും മിനിസ്റ്ററാണെങ്കിലും ആരാണെങ്കിലും ആ ചലച്ചിത്രമേള ഭംഗിയായിട്ട് നടന്നോട്ടെ, പക്ഷേ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കമലാണോ അല്ലേ എന്നുള്ളതല്ല. കമൽ എന്നുള്ള വ്യക്തിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാകും എന്നതുകൊണ്ട് നടപടിയെടുക്കണമെന്ന് ഞാൻ കലക്ടർക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ശരിയായ നടപടിയല്ല. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പിന്നെ സാധാരണ ഒരു കീഴ്വഴക്കനുസരിച്ച് ആരും ഒരു ഉദ്ഘാടനങ്ങളൊന്നും അങ്ങനെ നടത്താറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഉദ്ഘാടനം നടത്താതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കമൽ. പേഴ്സണലായിട്ടൊന്നുമില്ല ഇതിൽ. ഓക്കെ.